നീണ്ട 17 വർഷത്തിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയയിൽ എത്തിയിരിക്കുകയാണ്. ഒരു ആഫ്രിക്കൻ രാജ്യത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഉറ്റുനോക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ. നൈജീരിയയ്ക്കൊപ്പം ബ്രസീൽ, ഗയാന തുടങ്ങിയ രാജ്യങ്ങളിലേക്കും കൂടി മോദിയുടെ യാത്രാ ലിസ്റ്റിലുണ്ട്. പശ്ചിമാഫ്രിക്കൻ മേഖലയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനം കൂടിയാണിത്. ടിനുബുവിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 2 ദിവസം പ്രധാനമന്ത്രി നൈജീരിയയിലുണ്ടാകും. നൈജീരിയയുമായുള്ള സഹകരണം ശക്തമാക്കാനുള്ള ചർച്ച മോദിയുടെ സന്ദർശനവേളയിൽ നടക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ബ്രസീലിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായാണ് മോദിയുടെ സന്ദർശനം. റഷ്യ-യുക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യയിലെ സംഘർഷം എന്നിവ ഉച്ചകോടിയിൽ ചർച്ചയാകുന്ന ഇന്ത്യയുടെ നിലപാടും നിർണായകമാണ്. 17 വർഷത്തിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയയിലേക്കുള്ള ആദ്യ സന്ദർശനമെന്ന നിലയിൽ ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യവും ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യവും തമ്മിൽ കൈകൊടുക്കുമ്പോൾ വാണിജ്യ പ്രതിരോധ മേഖലകൾ ഉൾപ്പെടെ വൻ പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത്. സന്ദർശനവേളയിൽ ഇന്ത്യയും നൈജീരിയയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം അവലോകനം ചെയ്യാനും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള കൂടുതൽ വഴികൾ മുന്നോട്ട് വയ്ക്കുമെന്നാണ് സൂചന. ഇന്ത്യയും നൈജീരിയയും 2007 മുതൽ സാമ്പത്തിക, ഊർജ്ജ പ്രതിരോധ മേഖലയിൽ തന്ത്രപ്രധാന പങ്കാളികളാണ്. നൈജീരിയയിലെ പ്രധാനപ്പെട്ട മേഖലകളിൽ 200-ലധികം ഇന്ത്യൻ കമ്പനികൾ $27 ബില്യൺ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇവിടെ പ്രസക്തമാകുന്നത് ഇന്ത്യയും നൈജീരിയയും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, ഇന്ത്യയും ആഫ്രിക്കൻ ഭൂഖണ്ഡവും തമ്മിൽ ആഴത്തിലുള്ള ബന്ധം വളർത്തിയെടുക്കുന്നതിന് അത് അത്യന്താപേക്ഷിതമാണ്. ഈ പങ്കാളിത്തം അർത്ഥവത്തായ രാഷ്ട്രീയ സംവാദത്തോടൊപ്പം സാമ്പത്തിക, വ്യാപാര, നിക്ഷേപ മേഖലകളിൽ ശ്രദ്ധേയമായ വളർച്ച കൈവരിക്കുമെന്നാണ് പ്രതീക്ഷ. ആഫ്രിക്കയിലെ ഏറ്റവും വലുതും വികസിതവുമായ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായതിനാൽ നൈജീരിയയുമായുള്ള വ്യാപാരം ഇന്ത്യക്കും ഏറെ ഗുണകരമാണ്. സാമ്പത്തിക ബന്ധങ്ങൾക്ക് പുറമെ സാമൂഹികവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിലൂടെ ശക്തമായ ഒരു ആഫ്രിക്കൻ രാജ്യത്തിന്റെ പിന്തുണ കൂടി ഇന്ത്യക്ക് ലഭ്യമാകും. ആഫ്രിക്കയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് നിലവിൽ ഇന്ത്യ. ഉഭയകക്ഷി വ്യാപാരം പ്രതിവർഷം $100 ബില്യൺ ഇരു രാജ്യങ്ങൾക്കിടയിലും നടക്കുന്നത്. ആഫ്രിക്കയിൽ നിന്ന് ക്രൂഡ് ഓയിൽ, വിലയേറിയ ലോഹങ്ങൾ തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളാണ് സാധാരണയായി ഇന്ത്യ ഇറക്കുമതി ചെയ്യാറ്. പകരം ഫാർമസ്യൂട്ടിക്കൽസ്, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, യന്ത്രങ്ങൾ തുടങ്ങിയവ ഇന്ത്യ കയറ്റുമതിയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നൈജീരിയ, ആഗോള മൊസാംബിക് തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇന്ത്യയിലേക്കുള്ള എണ്ണയുടെയും വാതകത്തിന്റെയും സുപ്രധാന വിതരണക്കാരാണ്. പുതിയ സാഹചര്യത്തിൽ ജിയോളജിക്കൽ സർവേ, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, കസ്റ്റംസ് എന്നീ മേഖലകളിലെ സഹകരണത്തിനുള്ള 5 കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നാണ് സൂചന. 2007 ഒക്ടോബറിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് നൈജീരിയ സന്ദർശിച്ചിരുന്നു. ഈ സന്ദർശന വേളയിൽ നയതന്ത്ര ബന്ധങ്ങൾ ചരിത്രപരമായ സൗഹൃദം എന്നതിൽ നിന്ന് തന്ത്രപരമായ പങ്കാളിത്തമെന്നാണ് വിശേഷിപ്പിച്ചത്. 1960-ൽ നൈജീരിയ സ്വതന്ത്രമാകുന്നതിന് 2 വർഷം മുമ്പ് തന്നെ 1958 നവംബറിൽ ലാഗോസിൽ ഇന്ത്യ നയതന്ത്ര ഓഫീസ് സ്ഥാപിച്ചിരുന്നു. നൈജീരിയയുടെ രൂപീകരണ വർഷങ്ങളിൽ 60-കൾ മുതൽ 80-കൾ വരെയുള്ള ദശകങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള അധ്യാപകരും ഡോക്ടർമാരും നിർണായക പങ്കാണ് വഹിച്ചത്. കടുനയിലെ നാഷണൽ ഡിഫൻസ് അക്കാഡമി, പോർട്ട് ഹാർക്കോർട്ടിലെ നേവൽ വാർ കോളേജ് എന്നിവയും ഇന്ത്യ സ്ഥാപിച്ചിട്ടുണ്ട്. പശ്ചിമാഫ്രിക്കയിലെ ഏറ്റവും വലിയ 60,000-ഓളം വരുന്ന ഒരു വലിയ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ സാന്നിധ്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല ബന്ധത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. എല്ലാ പ്രധാന നിർമ്മാണ മേഖലകളിലും ഏകദേശം $27 ബില്യൺ നിക്ഷേപിച്ച 200-ലധികം ഇന്ത്യൻ കമ്പനികളുണ്ട്. ഈ കമ്പനികൾ ഇവിടത്തെ രണ്ടാമത്തെ വലിയ തൊഴിൽദാതാക്കളാണ്.